to my channel. It's me Naisha and you watching Creative by Naisha. Guys, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മേക്ക് ഓവർ ആണ്. അപ്പോൾ എന്തായാലും ലാഗ് അടുപ്പിക്കണില്ല. അതിനു മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ടേബിളാണ് കേട്ടോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് മുന്നേ ഞാനൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിയതാണ്. ഫ്ലെക്സിബിളാണ് കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. ഇത് ക്ലിപ്പൊക്കെ ചെയ്ത് വെക്കുന്ന രീതിയിലാണ്. എന്തായാലും ഞാനതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇതാണ് അപ്പോൾ ഇതാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ സ്പേസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടേബിൾ അവിടെ രണ്ടിടത്തുള്ളത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റഡി ചെയ്യണ ഏരിയ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ടേബിൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആ കാണുന്നതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ആകെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അത് നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഒരു സൈഡിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടണം. അത് മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കട്ടെ. ഞാൻ എൻ്റെ സ്റ്റഡി ചെയ്യുന്ന ഏരിയക്ക് സ്പേസ് കിട്ടാനാട്ടോ മാറ്റിയിടുന്നത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ താഴത്തേക്ക് വെച്ചിട്ട്, താഴത്തൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് മാറ്റിയിടാൻ നോക്കുകയാണ്. ലാസ്റ്റിൻ്റെ അമ്മച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ എന്നെ കൊണ്ട് കയ്യിൽ നിന്ന് കരുതി, പിന്നെ കയ്യില്ലാന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഞാനതൊക്കെ മാറ്റിയിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടോ, ഞാൻ അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണേ. അപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്ന ഒരു ഏരിയ ആവണം. അപ്പോൾ നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 മന്ത്സിന് ബില്ല് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ അടുത്ത മാസം നാട്ടിൽ പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റഡി ചെയ്യാനൊരു ഏരിയ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഠിക്കാൻ ഏരിയ ഏതായാലും നല്ല അടിപൊളിയായാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ മുകളിൽ ഞാനൊരു ക്ലോത്ത് വിരിക്കുന്നുണ്ട്. ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾപേപ്പറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലോത്തോ നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ അതിൻ്റെ അത് ഒന്നും വിരിക്കാതെ നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കാട്ടാം. അപ്പോൾ ഞാൻ അതൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ ഒരു നീറ്റ്നെസ് ഉണ്ട്. പിന്നെ ഞാൻ 2 കപ്പാണ് കേട്ടോ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യൽ. എനിക്ക് ഈ കപ്സൊക്കെയാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇഷ്ടം കേട്ടോ. പിന്നെ ഇവിടെ അതേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ വാഷി ടാപ്സും കുഞ്ഞു ഇറേസറും കട്ടറും അങ്ങനത്തെ ഒക്കെ ഞാൻ ആ ബ്ലാക്ക് കപ്പിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു മിനി നോട്ട് പാഡും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെൻ ഹോൾഡറിൽ വേറെ ഒരു കപ്പിൽ എൻ്റെ മാർക്കേഴ്സും പെന്നും ഹൈലൈറ്ററും സ്കെയിലും റേസർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, പെൻസിലും ഇതൊക്കെ. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ബുക്സ് ഒന്ന് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ബുക്സ് ടെക്സ്റ്റും സ്കൂളത്തെ ടെക്സ്റ്റും നോട്ട്സും വേറെ വേറെ ആക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ മദ്രസത്തെ ഒന്നും. കാരണം നമ്മളൊക്കെ ഒരു രീതിയിൽ ഒക്കെ ഒരു കൂട്ടത്തിൽ വെച്ചാൽ നമുക്കൊരു നീറ്റ്നെസ് തോന്നില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാട്ടാം. എനിക്ക് അങ്ങനെയല്ല ഇഷ്ടം. ഞാൻ ഓരോ പാർട്ടായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫിനിഷ് ആയിട്ട് തോന്നും. പിന്നെ എൻ്റെ ഒരു പൗച്ചും ഉണ്ടായിരുന്നു. പൗച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ക്ലോക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു വാച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പഠനം ചെയ്യുന്ന സ്ഥലത്ത് ഒരു ക്ലോക്കോ ഒക്കെ ഉണ്ടാവണം നല്ലതാണ്. പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഒരു വെറ്റ് വൈപ്സിൻ്റെ പാക്കും ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതും വെച്ചു. പിന്നെ ഒരു ബോർഡാണ്. ഇത് നമുക്ക് നമ്മളെ തന്നെ ടീച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയതാണ്. നമുക്ക് നമ്മുടെ പഠിക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുറച്ച് വൈറ്റ് ബോർഡൊക്കെ ഉണ്ടാവണമൊക്കെ നല്ലതാണ്. കുറച്ചല്ല, വൈറ്റ് ബോർഡൊക്കെ ഉണ്ടാവണം നല്ലതാണ്. അപ്പോൾ നമുക്ക് തന്നെ ടീച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നല്ല മൈൻഡിലോട്ട് കയറും. എന്തായാലും എക്സാമൊക്കെ അല്ലേ വരുന്നത്. പിന്നെ 2 മോട്ടിവേഷൻ കോട്ട്സ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വാളുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേറെ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളെ ക്രിയേറ്റീവ് അനുസരിച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു കോട്ട്സ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ പഴയ ടെംബ്ലർ ഞാനൊരു ഡസ്റ്റ്ബിന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്ക് റെഡി ആയിട്ടുണ്ട്. സംഭവം എനിക്ക് ഇഷ്ടമായി. എനിക്കിപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റഡി വ്ളോഗൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, അപ്പം എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ എന്തായാലും മേക്ക് ഓവർ ചെയ്താലെടുത്ത് പഠിക്കാതിരുന്നതാണ്. നൈറ്റാണ് കേട്ടോ. എനിക്ക് ഏതായാലും കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചും ചെയ്തു. അതേപോലെ
നിങ്ങളും എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുന്നു. എക്സാമൊക്കെ അല്ലേ, ഇനി ക്രിസ്മസ് എക്സാമാണ് അടുത്ത മന്ത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, നല്ല മാർക്കൊക്കെ കിട്ടുക. അതിനായിട്ട് നമ്മളൊരു സ്റ്റഡി ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. എനിക്ക് നല്ലതായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡെസ്ക് മേക്ക് ഓവർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളിപ്പോൾ ഒരു മാളിൽ വന്നിട്ടുണ്ട്. അത് അന്ന് എനിക്ക് ലാസ്റ്റ് ഫൈനലത്തെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ സ്റ്റഡി വ്ളോഗൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.